നമ്മുടെ ലേറ്റസ്റ്റ് ഓവറിൽ കുറേ പുതിയ പെർഫ്യൂംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈദിൻ്റെ ടൈമിൽ അതിൽ നിന്നൊരു 3 എടുത്തിട്ട് ഞാൻ നമ്മുടെ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് 3 എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് മുന്നേ. അപ്പോൾ ഇതൊന്നും പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചോദിച്ചാൽ ഇത് കിട്ടൂല. അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. സോ ഫസ്റ്റ് വൺ, ഇത് മറ്റേ ഊദ് മറാക്കുജ എന്ന് പറഞ്ഞ പെർഫ്യൂമിൻ്റെതാണ്. അത് മറാക്കുജയാണോ മറാക്കുയാണോ അങ്ങനെ എന്താ പ്രൊണൗൺസ് ചെയ്യാമെന്ന് അറിയില്ല, ഫ്രഞ്ച് നെയിം ആയതുകൊണ്ട്. സോ ഇത് ലേറ്റസ്റ്റ് ഓവറിൽ ഉള്ളതാണ്. ഇതാണ് ഞാൻ ഈദിൻ്റെ അന്ന് യൂസ് ചെയ്തിരുന്നത് പെർഫ്യൂം. അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതൊരു നമ്മുടെ ഇമ്പീരിയൽ വാലിൻ്റെ ഒക്കെ പോലത്തെ ഒരു വൈബ് തരുന്ന ഒരു ലെതറി, സ്മോക്കി ലെതറി പ്ലസ് ഒരു ഫ്രൂട്ടി, ഒരു പാഷൻ ഫ്രൂട്ട് പ്ലസ് ഒരു ഫ്രൂട്ടി വൈബ് തരുന്ന ഒരു പെർഫ്യൂം. അത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഒരു 6 സ്പ്രേസ് ആണ് ഫസ്റ്റ് ഡേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇവിടങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്തത്. യൂഷ്വലി ഞാൻ ഇവിടെ ഈ ഷോൾഡറിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. കാരണം ജസ്റ്റ് അങ്ങോട്ട് കൂടി തിരിയുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വൈബ് ഇങ്ങനെ കിട്ടും. പക്ഷെ ഇത് ഓൾറെഡി ഇത് കുറച്ചൊരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതായതുകൊണ്ട് എന്താ പറയുക, ഇത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പലരും ചോദിക്കും ഈ പ്രോഡക്ട്സ് ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് അവൈലബിൾ ആയിട്ടില്ല. കാരണം ഇത് ഓരോന്നും വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ അതങ്ങനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. കുറച്ച് നാൾ അതങ്ങനെ വെക്കും. കാരണം നമുക്കിത് പുറത്തുനിന്ന് വരുന്നതാണെങ്കിലും അതിൻ്റെ ഒരു മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആവാനുള്ള ഒരു സമയം അതിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ പിന്നീട് അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമിൽ വെക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക. ഞാനിതേപോലെ ചെറിയ ബോട്ടിൽസ് ഇങ്ങനെ എടുക്കാറാണ്. ഓക്കെ, സോ ഇത് അടുത്തതാണ്. ഇത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും ലേറ്റസ്റ്റ് ഓർന്ന് പ്രൊഡക്ട്സ് വാങ്ങിച്ച്. ഇതേതാ വെച്ചാൽ ഇത് ബ്രാവോ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, കാൻറ്റൺ ഡി പാരീസ് ബ്രാവോ. അതാണ് ഇതൊരു സ്പൈസി പൈനാപ്പിൾ വൈബ് തരുന്ന ഒരു പെർഫ്യൂം. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു. അതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അത് അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഇനി 2 ഉണ്ട്. ഇത് ഏതാണെന്ന് വെച്ചാൽ ഇത് ലാ ലൂണ, നമ്മുടെ ഗിസ ലാ ലൂണ പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് ആണ്. ഇതും ആ ഒരു സ്പൈസി വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇത് അത്ര ഭയങ്കര സ്ട്രെങ്തിയർ ആയിട്ടുള്ള ഒരു ഹെവി സ്പൈസി ഒന്നുമല്ല. ഒരു തിരക്കടില്ലാത്ത ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം, അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഏതായിരുന്നു എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അഫ്നാൻ 9 PM റിബൽ. ഞാൻ ഓൾറെഡി ലേറ്റസ്റ്റ് ഓവറിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നല്ല വൈബാണെന്നുള്ളത്. സോ അതിൻ്റെ ഒരു ഡയറക്റ്റ് ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണിത്. അപ്പം ഞാൻ ഇത് അന്ന് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ എൻ്റെ മോള് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു പെർഫ്യൂം ആയിരുന്നു. ഇതൊരു യൂണിസെക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പൈനാപ്പിൾ പ്ലസ് ഒരു സ്പൈസി വൈബ് വരുന്നത് അങ്ങനത്തെ ഒരു പെർഫ്യൂം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന പെർഫ്യൂംസ്. ഞാനും പിന്നെ ഒരെണ്ണം മകളൊക്കെ യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നു. പിന്നെ ഇനി വരാനുള്ളതിൽ ഈ പെർഫ്യൂംസിൻ്റെ പുറമെ വാമ്പയർ ബ്ലഡ് വരുന്നുണ്ട്, പിന്നെയും കുറേ ഉണ്ട്. അത് ഓരോന്നോരോന്നും ഞാൻ നമ്മുടെ എന്തായിരുന്നു സ്ട്രോങ്ങർ വിത്ത് യു അബ്സല്യൂട്ട് ഉണ്ട്, സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി ഉണ്ട്, അബ്സല്യൂട്ട്ലി ഉണ്ട്, ഇൻറ്റൻസ്ലി ഉണ്ട്, രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫോട്ടോസ് മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ഹിഡൻ ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. പ്രൈസും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ തന്നെ മെൻഷൻ ചെയ്യും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരു പ്രൊഡക്റ്റ് ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ആഡോ കൊടുത്തിട്ട് ഇതിൻ്റെ പ്രൈസ് ചോദിക്കുമ്പോൾ കം ഇൻ ഡി എം എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയുന്നത്. അതെനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ സംഭവങ്ങളൊന്നും തന്നെ അങ്ങനെയല്ല, ഓപ്പൺ ആണ് പ്രൈസ്. ഇതൊക്കെ അത് മറ്റുള്ളവർക്ക് നോക്കിയാലും മനസ്സിലാവും. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു DM വരേണ്ട കാര്യമൊന്നുമില്ല. അതിന് എഗെയിൻസ്റ്റ് ആണ്. ഒരു സംഭവം നമ്മൾ ഒരു അഡ്വർടൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൈസ് മറ്റുള്ള കാര്യങ്ങളും ഹിഡനാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അത് ഒരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതൊക്കെയാണ് പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ്. അപ്പം ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട്, നമ്മൾ ഈ പ്രോഡക്ട്സ് ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് മേക്ക് ചെയ്തിട്ടാണ് ഇത് വിടുന്നത്. ഒരാൾ ഒരു 8 ml ഒരു പെർഫ്യൂം പറഞ്ഞു, ഒരു റെഡ് ലേബിൾ. അപ്പോൾ അയാൾ ഓർഡർ വരുമ്പോൾ 8 ml ഒരു ബോട്ടിൽ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടാണ് ഇത് കസ്റ്റമർക്ക് എത്തിക്കുന്നത് എന്നുള്ളത്.
അതൊരിക്കലും അങ്ങനെയല്ല. ഇതെല്ലാം നമ്മുടെ ഓൾറെഡി ഉള്ള പെർഫ്യൂംസ് ആണ്, ഓൾറെഡി പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അത് നമ്മുടെ ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്ത ആളുകൾക്ക് അറിയാം. അതല്ലാതെ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇൻസ്റ്റന്റ് മേക്കിംഗ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ ഒരു 1 മന്തിന്റെ മേലായി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോഴും മാർക്കറ്റിൽ വരൂല, കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ അത് ഞാൻ വീണ്ടും പറയാണ്. കാരണം ചിലർക്ക് ഒരു തരം ഒരു മൈൻഡിന് ഒരു ഡിസ്കംഫർട്ട്. ചിലർ പറയും ഇന്നലെ വാങ്ങിയ ഫ്രാഗ്രൻസ് അല്ല ഇന്ന് വാങ്ങിയപ്പോ, അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയപ്പോ ഉള്ളതല്ല ഈ ആഴ്ച വന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലരിങ്ങനെ വെറുതെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊന്നും പറയാനില്ല. ചിലര് ഇപ്പോ നമ്മള് ഒരാൾക്ക് 2 പെർഫ്യൂം, ഒരു സാധനം തന്നെ 2 ബോട്ടിൽ കൊടുത്തു. അങ്ങനെ 2 ബോട്ടിൽ, രണ്ടും ഒരേ കളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചിലർ പറയും ഇതിലുള്ളതിന്റെ ഫ്രാഗ്രൻസ് ഇതിലുള്ളതിനേക്കാൾ കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന്റെ കളർ ഇവിടെ ബ്ലാക്ക് ആണ്, ഈ ബ്രൗൺ ആണ്. ബ്രൗണിൽ നല്ല ഫ്രാഗ്രൻസ് കൂടുതൽ നിൽക്കുന്നത്. എനിക്കറിവിടെ എന്താ അങ്ങനെയൊക്കെ പറയണത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് അത്രയും ഡൗട്ട്സ് ഉള്ളവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെയൊന്നും ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് സ്പോട്ടിൽ പെർഫ്യൂം നിർമ്മിച്ച് വിടുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. എന്തായാലും അത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ളൊരു സമയം ആയിട്ടില്ല. ജസ്റ്റ് ഇൻഫോം ചെയ്തു.